ഹാളിലേക്ക് ബാഗുമായി കയറി വരുന്നവളെ കണ്ട് ഒരു നിമിഷം രേവതി തറഞ്ഞു നിന്നു. പെടുന്നനെ രേവതിയുടെ കണ്ണുകൾ വിറനണിഞ്ഞു. ഒപ്പം മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അതേസമയം കണ്ണു നിറച്ച് അവളുടെ പിറകിലായി വരുന്ന ജാനിയെ രേവതി കാണുന്നുണ്ട്. നിസ്സഹായ ഒരു പെണ്ണിനെയായിരുന്നു രേവതി അവിടെ കണ്ടത്. ജാനിയുടെ കണ്ണു നിറഞ്ഞുള്ള നിൽപ്പ് കണ്ടപ്പോഴേ രേവതിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. അതും കൂടി ആയതും രേവതിയുടെ ദേഷ്യം ഉച്ചസ്ഥായിയിലെത്തി. "നിനക്ക് മതിയായില്ലേടി ഇനിയും? എന്തിനാടി ഇവിടേക്ക് വലിഞ്ഞു കയറി വന്നത്?" ഉറക്കെയുള്ള രേവതിയുടെ ശബ്ദമാണ് ജാനിയെ ഭയത്തിലാക്കിയത്. രേവതിയുടെ മുഖത്തെ ദേഷ്യം ആദ്യമായാണ് ജാനി കാണുന്നത്. ഒപ്പം തൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെയും അവൾ നോക്കിക്കാണുകയാണ്. അമ്മ അത്രയും ദേഷ്യത്തിൽ പറഞ്ഞിട്ടും ആ സ്ത്രീയുടെ മുഖത്ത് പുച്ഛം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജാനിക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഉലഞ്ഞു. "ദേ തള്ളേ, മിണ്ടാതിരുന്നോണം. എനിക്ക് അവകാശമുണ്ടായിട്ട് തന്നെയാ ഞാൻ ഇവിടേക്ക് വന്നത്. അതിന് നിങ്ങൾ ഇങ്ങനെ വിറളി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല." പുച്ഛത്തോടെ അവൾ രേവതിയെ നോക്കി. "അവകാശമോ? എന്തവകാശമാടി നിനക്കുള്ളത്? ഈ വീട്ടുമുറ്റത്ത് കാലുകുത്താൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു?" രേവതി വീണ്ടും അലറി പറഞ്ഞു. അതേസമയം ജാനി രണ്ടുപേരുടെയും വാക്പോരാട്ടങ്ങൾ നോക്കിക്കാണുകയാണ്. വന്ന ആളെക്കുറിച്ച് അവൾക്ക് ഒരു ഊഹവുമില്ല. ഇതുവരെ താൻ കണ്ടിട്ടുമില്ല. അവൾക്കെന്താ ചെയ്യേണ്ടതെന്നറിയാതെ വന്നവളുടെ അടുത്തു നിന്നും നേരെ രേവതിയുടെ അടുത്തേക്ക് നടന്നു. ആ സമയം ഹാളിൽ നിന്നുള്ള രേവതിയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ട് ഉറക്കം മുറിഞ്ഞതിലുള്ള ദേഷ്യത്തോടെ ദേവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. ദേവൻ വന്നതും കയ്യിൽ ബാഗുമായി നിൽക്കുന്നവളെ കണ്ടതും നിയന്ത്രണം വിട്ട് അയാൾ ഓടി വന്ന് അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചു. ദേവന്റെ കണ്ണുകളിൽ ചുവപ്പ് രാശികൾ പടർന്നു കയറി. അത്രയേറെ ദ്രോഹങ്ങൾ അവൾ ഈ കുടുംബത്തോട് ചെയ്തിട്ടുണ്ട്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് മനക്കലുള്ളവർക്ക്. ആ ദേഷ്യമെല്ലാം ദേവന് അരിച്ചു കയറുകയാണ്. ഒപ്പം തൻ്റെ മകൻ്റെ ജീവിതം ഇപ്പോൾ ഒന്ന് ജീവിച്ചു വരികയാണ് വീണ്ടും തകർക്കാനായി. ഇവളുടെ വരവ് ആ അച്ഛനെ അത്രയും രോഷത്തിലാക്കി. "എന്ത് ധൈര്യമുണ്ടായിട്ടാടി നീ ഈ വീട്ടിലേക്ക് വന്നത്?" മുടിയിൽ പിടിക്കുന്നതിനോടൊപ്പം അവളുടെ കവിൾ രണ്ടിനും അമർത്തി പിടിക്കുകയും ചെയ്യുന്നുണ്ട്. "വിടടോ കിളവാ." അവൾ ദേവനെ തള്ളി നീക്കി. "ദേ, എൻ്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ, ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മോൻ്റെ ഭാര്യ തന്നെയാണ്. ഈ മായ വന്നിട്ടുണ്ടെങ്കിൽ പോകാനും എനിക്കറിയാം. അതിനിടയിൽ വില്ലത്തരവുമായി വന്നാൽ നീ എന്തു ചെയ്യും?" സ്റ്റെപ്പ് ഇറങ്ങി വരുന്നവൻ്റെ ഉറക്കെയുള്ള ശബ്ദം എല്ലാവരെയും ഞെട്ടിപ്പിച്ചു. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വിഷ്ണുവിനെ കണ്ടതും മായ അറിയാതെ പതറിപ്പോയി. എത്ര തന്നെ ധൈര്യം സംഭരിക്കാൻ നോക്കിയാലും പഴയ കാര്യങ്ങൾ ഓടി വരികയാണ്. കണ്ണിലെ പിടപ്പ് പോലും അവൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കെത്തി. പക്ഷേ താൻ വന്ന ലക്ഷ്യം പൂർത്തീകരിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ തൻ്റെ ജീവിതം. ഒരു നിമിഷം മനസ്സിലേക്ക് കടന്നുപോയ ചിന്തകൾ അവളെ വീണ്ടും വീറും വാശിയും ഉളവാക്കി. "പറയടി, വന്നാൽ നീ എന്തു ചെയ്യും?" അവളുടെ നേർക്ക് മുന്നിൽ വന്നു നിന്നു വിഷ്ണു പിറകിൽ രണ്ട് കൈയും കെട്ടി ചോദ്യത്തോടെ അവളെ ആകമാനം നോക്കുകയാണ്. അവൻ്റെ മുഖത്ത് ദേഷ്യമോ മറ്റൊരു വികാരങ്ങളും ഇല്ല. പക്ഷേ അവൻ്റെ ശബ്ദത്തിലെ കാഠിന്യം അത് എടുത്തു തന്നെ കാണിക്കുന്നുണ്ട്. "നിനക്കെന്താടി നാക്കില്ലേ? ചോദിച്ചത് നീ കേട്ടില്ലേ?" വീണ്ടും അവൻ്റെ ശബ്ദം ഉയർന്നു വന്നു. ഞാനിപ്പോഴും നിങ്ങളുടെ ഭാര്യയാണ്." അതിന് തെല്ല് കൂസലില്ലാതെ അവൻ തിരിച്ചു ചോദിച്ചു. "എനിക്കിവിടെ അവകാശമുണ്ട്." അവളുടെ ശബ്ദത്തിൽ അവളുടെ പേടി വ്യക്തമാക്കുന്നുണ്ട്. "ആയിക്കോട്ടെ, നീ എൻ്റെ ഭാര്യയാണ്. നിനക്ക് അവകാശമുണ്ട്. ഇനി എന്തു വേണം?" വീണ്ടും അവൾക്ക് നേരെ വിഷ്ണുവിൻ്റെ ചോദ്യം ഉയർന്നു. ഇതേ സമയം അവൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെയുള്ള സംസാരം അവളെ ഭയത്തിലുപരി മറ്റെന്തൊക്കെയോ വികാരങ്ങളിലേക്ക് എത്തിച്ചു. വിഷ്ണുവിൻ്റെ ശാന്ത സ്വഭാവം അത് തനിക്ക് നല്ലതിനല്ലെന്ന് അവൾ ഉറപ്പിച്ചു. വന്നുപോയ നിമിഷത്തെക്കുറിച്ച് അവൾ ശപിക്കുന്നുണ്ടെങ്കിലും തൻ്റെ ജീവിതം സുധിയുടെ കയ്യിലാണെന്ന് ഓർക്കുമ്പോൾ മറ്റൊരു മാർഗവുമില്ലാതെ അവളും എതിർക്കുകയാണ്. "എനിക്കിവിടെ താമസിക്കണം." "അതെയോ? ആയിക്കോട്ടെ. വേറെ എന്തെങ്കിലും?" മറുപടി നൽകാതെ മായ തലതാഴ്ത്തി നിന്നു. "നിന്നോടാണ് ചോദിച്ചത്. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ നിനക്ക്?" അവൻ്റെ ശബ്ദത്തിലെ കാഠിന്യം വീണ്ടും ഉയർന്നു. "എനിക്ക് അവകാശപ്പെട്ടതെല്ലാം വേണം. എനിക്ക് നിങ്ങളുടെ ഭാര്യയായി ജീവിക്കണം." വായിൽ വന്ന മറുപടി അവൾ വേഗം പറഞ്ഞു. "അമ്മേ, അച്ഛാ, ഇന്നു മുതൽ ഇവൾ ഇവിടെ ഉണ്ടാകും. ഇവൾക്ക് ഒരു കുറവുമില്ലാതെ എല്ലാവരും നോക്കണം." "ഡീ, നിന്നോടും കൂടിയാ. ഇവളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇവൾക്ക് ഒരു കുറവും ഇവിടെ ഉണ്ടാകാൻ പാടില്ല." അവസാനം ജാനിയെ നോക്കി ഗൗരവത്തോടെയാണ് വിഷ്ണു പറഞ്ഞത്. അവൻ്റെ ഗൗരവത്തോടെയുള്ള സംസാരവും മായയോടുള്ള കരുതലും ജാനിയെ വല്ലാതെയാക്കി. അവളുടെ കണ്ണുകൾ നിറയാൻ നിമിഷനേരം മതിയായിരുന്നു. വീണ്ടും താൻ ഒറ്റപ്പെടുകയാണോ? വീണ്ടും തൻ്റെ ജീവിതം ചോദ്യചിഹ്നമായി മാറുകയാണോ? അല്പമെങ്കിലും ആശ്വാസം തനിക്ക് തന്നത് ഇനിയും വേദനിക്കാനുണ്ടെന്നറിഞ്ഞിട്ടാണോ? അദ്ദേഹത്തിന് ഇപ്പോഴും ഇനിയും ചിന്തിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. കണ്ണുകളിൽ നിന്ന് നീർമുത്തുകൾ താഴേക്ക് പതിക്കുകയാണ്.
ആരെയും നോക്കാൻ കഴിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഇനിയും ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് കണ്ടവൾ നേരെ അടുക്കളയിലേക്ക് നടന്നു. തൻ്റെ ലോകമായടുത്തേക്ക്. തൻ്റെ വിധിയെന്നും ഈ അടുക്കളയിൽ കഴിയാനായിരിക്കും. പിന്നെ എന്തിനാ വെറുതെ തനിക്ക് ആഗ്രഹം തന്നത്? എപ്പോഴൊക്കെയോ ആശിച്ചുപോയി നല്ലൊരു ജീവിതം. വേണ്ടായിരുന്നു. താനൊരു പൊട്ടി പെണ്ണല്ലേ. ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നൊരു പൊട്ടി. ആർത്ത് കരയണമെന്നുണ്ട് പെണ്ണിന്. പക്ഷേ അതിനുപോലും അവകാശങ്ങൾ നിഷേധിക്കുകയാണല്ലോ. കഴുത്തിലുള്ള താലിയിലേക്ക് അവളുടെ കൈകൾ മുറുകി. ആ താലി അവളുടെ ദേഹത്ത് ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നി പെണ്ണിന്. വീണ്ടും കൂരിരുട്ടിലേക്കാണോ തൻ്റെ ജീവിതം? പദം പറഞ്ഞു കരയുന്നവൾ ശബ്ദം പുറത്തേക്ക് വരാതെയും സൂക്ഷിക്കുന്നുണ്ട്. അത്രമാത്രം കുറച്ചു നിമിഷങ്ങൾ കൊണ്ട് പെണ്ണ് തകർന്നിരുന്നു. എന്തൊക്കെയാ കണ്ണാ നീ പറയുന്നത്? നിനക്ക് തലയ്ക്ക് വല്ല ഓളവുമുണ്ടോ? ഈ വീട്ടിൽ കയറ്റണമെന്നോ? ദേവൻ തൻ്റെ ദേഷ്യം മുഴുവൻ വാക്കുകളിൽ പ്രകടിപ്പിക്കുകയാണ്. ഇവളെപ്പോലെ ഒരുത്തി ഈ മനക്കൽ തറവാടിൽ കാല് കുത്തുന്നത് തന്നെ അപശകനമാ. ഇവൾ ചെയ്ത ദ്രോഹം ഒന്നും മറന്നില്ലല്ലോ. അടിച്ചിറക്കാൻ നോക്ക് ഈ നാണമില്ലാത്തവളെ. കുറച്ചു മുമ്പ് വിഷ്ണു മായയെ സപ്പോർട്ട് ചെയ്തു പറഞ്ഞത് രേവതിക്ക് പിടിക്കുന്നുണ്ടായില്ല. വിഷ്ണുവിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി അവർ നനച്ചതേയില്ല. അത്രമാത്രം മായ ഈ കുടുംബത്തോടും അവനോടും ദ്രോഹം ചെയ്തിട്ടുണ്ട് എന്ന് രേവതിക്കറിയാം. എന്നിട്ടും അവൻ എന്തിന് മായയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന ചോദ്യം രേവതിയുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഒപ്പം അകത്തേക്ക് നിറകണ്ണുകളോടെ പോയ ജാനിയെയും രേവതി ഓർക്കുകയാണ്. 1-2 ദിവസം അത് സന്തോഷമായി നിൽക്കുന്നത് കണ്ടു. ഇനിയും വീണ്ടും അതിനെ കണ്ണീർക്കളത്തിലേക്ക് താഴ്ത്തിവിടാൻ ആ അച്ഛനും അമ്മയ്ക്കും കഴിയുന്നില്ല. എന്താ അമ്മേ, രാവിലെ തന്നെ എന്താ ഒച്ചയും ബഹളവുമൊക്കെ? ശബ്ദം കേട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് അഭിയും മനുവും. മുകളിൽ നിന്ന് വരുന്നവർക്ക് ഡോറിനോട് അരികുവശം നിൽക്കുന്ന മായയെ കാണാൻ കഴിയുന്നില്ല. തെല്ലും പരിഭ്രമത്തോടെയാണ് രണ്ടുപേരുടെയും വരവ്. ശബ്ദമുണ്ടാക്കാതെ പിന്നെ എങ്ങനെയാടാ? കണ്ടില്ലേ ഒരുത്തി തറവാട്ടിലേക്ക് വന്നു കയറിയത്? പല്ലുറുമിക്കൊണ്ട് ദേവൻ താഴേക്ക് ഇറങ്ങി വരുന്നവരോട് പറഞ്ഞുകൊണ്ട് മായയെ ദേഷ്യത്തോടെ നോക്കി. ആ അച്ഛൻ്റെ കണ്ണുകളിൽ പകയെരിയുകയാണ്. ദേവൻ പല്ലിറുമിക്കൊണ്ട് പറഞ്ഞത് കേട്ടതും രണ്ടുപേരും വാതിലിലൂടെ ചേർന്ന് നിൽക്കുന്നവളെ നോക്കിയത്. ഒരു നിമിഷം രണ്ടുപേരും തറഞ്ഞു നിന്നു. ഒരിക്കലും കൺമുന്നിൽ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് തങ്ങളുടെ വീട്ടിലേക്ക് വന്നതെന്ന് ഓർത്തപ്പോൾ തന്നെ രണ്ടുപേർക്കും അവളെ കൊല്ലാനുള്ള ദേഷ്യം അരിച്ചു കയറി. പതിയെ താഴേക്ക് ഇറങ്ങുന്നവർ ഒറ്റ കുതിപ്പിന് അവളുടെ മുന്നിലേക്കെത്തി. എന്തിനാടി ഇവിടേക്ക് വന്നത്? പല്ലിറുമിക്കൊണ്ട് അഭി അവളുടെ മുടിയിൽ പിടിച്ചു തള്ളി. മാറി നിൽക്കടാ. മായയും വിട്ടുകൊടുക്കാൻ നിന്നില്ല. മുടിയിൽ പിടിച്ച അവൻ്റെ കൈ അവൾ വലിച്ചെടുത്ത് അവനെ ആഞ്ഞു തള്ളി. എൻ്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ ഈ മായ ആരാണെന്ന് അറിയാമല്ലോ. ഒരിക്കൽ ഉണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു തരണോ? ഒരിക്കലും ഈ വീട്ടിൽ അഭി ഉണ്ടാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചതേ അല്ല. പെട്ടെന്ന് കൺമുന്നിൽ കണ്ടപ്പോൾ ഒന്ന് പതറിയെങ്കിലും വീണ്ടും ശക്തമായി തന്നെ അവൾ പ്രതികരിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഏറ്റവും വലിയ എതിരാളിയായിരുന്നു അവനെന്ന് അവൾ ഓർക്കുകയാണ്. ഒപ്പം ഇവിടെ നിന്നും താൻ പുറത്താക്കാൻ കാരണം ഒരു പരിധിവരെ ഇവനാണെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നതുമാണ്. അതിൻ്റെ ദേഷ്യം അവളുടെ മുഖത്ത് പ്രകടമായി. ശ്രുതി പറഞ്ഞിട്ടാണ് അവൾ വന്നതെങ്കിലും ഇപ്പോൾ അവളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഇവിടെ കയറിപ്പറ്റണം എന്ന ചിന്തയേ ഉള്ളൂ. ഇനിയും തൻ്റെ ശരീരം മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ വയ്യ. മനക്കൽ വിഷ്ണുദത്തൻ്റെ ഭാര്യയായി ഇനിയുള്ള കാലം ഇവിടെ ജീവിക്കണം. ഇപ്പോഴും നിയമപരമായി താൻ മനക്കലെ വിഷ്ണുദത്തൻ്റെ ഭാര്യയാണ്. ഇനിയും തെരുവുകളിൽ ജീവിക്കാൻ എന്നെക്കൊണ്ട് വയ്യ. പിടിച്ചു നിൽക്കണം ഇവിടെ. അവളുടെ കണ്ണുകളിൽ കോപാഗ്നി തെളിഞ്ഞു. ഒപ്പം ഒരുപാട് ചിന്തകൾ കടന്നുവരികയും ചെയ്തു. ഇതേ സമയം മായയെ വീക്ഷിക്കുന്ന മറ്റൊരാളെ അവൾ ശ്രദ്ധിക്കുന്നില്ല. തൻ്റെ പകയും ദേഷ്യവും എല്ലാം അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ട്. അവളെ ശ്രദ്ധിക്കുന്നവൻ്റെ മുഖത്ത് പുച്ഛം മാത്രമായിരുന്നു. അവളെന്ന പെണ്ണിനോടുള്ള പുച്ഛം. അബി, പിടിച്ചു പുറത്താക്കടാ അവളെ. ഞാൻ തൊട്ടാൽ എൻ്റെ കൈ നാറിപ്പോകും. രേവതി ഉറക്കെ പറഞ്ഞുകൊണ്ട് മായയുടെ അടുത്തേക്ക് നീങ്ങി. അമ്മേ. മായയുടെ നേർക്ക് നീങ്ങുന്നുണ്ടായിരുന്ന രേവതിയെ വിഷ്ണു വിളിച്ചു. എന്താണെന്ന അർത്ഥത്തിൽ രേവതി തിരിഞ്ഞു നോക്കി. ഒപ്പം രേവതിയുടെ അടുത്ത് നിൽക്കുന്ന അഭിയും. അവൾ എൻ്റെ ഭാര്യയാണ്. എൻ്റെ താലി കഴുത്തിലില്ലെങ്കിൽ നിയമപരമായി ഇപ്പോഴും അവൾ എൻ്റെ ഭാര്യയാണ്. ഇവിടെ അവൾക്ക് അവകാശമുണ്ട്. അവൾ അവളുടെ അവകാശം ചോദിച്ചു വന്നതാണ്. അത് അവൾക്ക് നൽകുകയും ചെയ്യണം. അതിനാരും തടസ്സം നിൽക്കാനും പാടില്ല. ഇത് ഞങ്ങളുടെ ജീവിതമാണ്. അതിനിടയിൽ ആരും ഇടപെടേണ്ട ആവശ്യമില്ല. എന്തു വേണമെന്ന് എനിക്കറിയാം. എല്ലാവരും കേൾക്കാൻ എന്ന പോലെ ശബ്ദത്തിൽ വിഷ്ണു പറഞ്ഞു. ഒപ്പം തന്നെ മൊത്തത്തിൽ വീക്ഷിക്കുന്ന മായയെ നോക്കാനും അവൻ മറന്നില്ല. വിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ട് ദേവനും രേവതിയും മനുവും തറഞ്ഞു നിൽപ്പാണ്. വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി അവർ പ്രതീക്ഷിച്ചതേയില്ല. ഇപ്പോഴും മായയോട് അവന് താല്പര്യമുണ്ടോ എന്നുപോലും അവർ നനച്ചു. അതിൻ്റെ ദേഷ്യം 3 പേരിലും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അഭിയുടെ ചുണ്ടുകളിൽ മാത്രം പുഞ്ചിരിയായിരുന്നു. ആരും കാണാത്ത ഒരു പുഞ്ചിരി. തൻ്റെ ആത്മമിത്രം എന്താണെന്ന് അവന് വ്യക്തമായിട്ട് അറിയാം.
എന്തിനാണ് അവളെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് എന്നും അറിയാം. ഒരു നേരം അഭിയുടെ കണ്ണുകൾ വിഷ്ണുവിലെത്തിയപ്പോൾ കണ്ണുകൾ കൊണ്ട് വാക്കുകൾ കൈമാറുന്ന വിഷ്ണുവിനെയാണ് അഭി കണ്ടത്. ഇത്രയും നാൾ താൻ എന്തിനാണ് വല വിരിച്ച് കാത്തിരുന്നത്? അത് തൻ്റെ വലയിൽ കുടുങ്ങിയ ആത്മസംതൃപ്തിയോടെ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് അഭി കാണുന്നത്. ഏട്ടാ, ഏട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്? അപ്പോൾ ഏട്ടത്തിയോ? ഇത്രയും നേരം നിശബ്ദമായിരുന്ന മനു ജാനിക്ക് വേണ്ടി പ്രതികരിച്ചു. അല്ലെങ്കിലും മൂത്തവർ പറയുന്നിടത്ത് ഇളയവർക്ക് സ്ഥാനമില്ല. പക്ഷേ ഈ കാര്യത്തിൽ അവൻ്റെ ഏട്ടത്തിക്ക് വേണ്ടി അവൻ സംസാരിക്കുകയാണ്. അത്രയും വേദനകൾ ഈ ദിവസങ്ങൾക്കിടയിൽ ഏട്ടത്തി സഹിച്ചെന്ന് അവനറിയാം. ഇനിയും ആ പാവത്തിനെ വേദനിപ്പിക്കാൻ വിട്ടുകൊടുത്തുകൂടാ എന്നും അവൻ ഉറപ്പിച്ചു. അതിന് തൻ്റെ ശബ്ദം ഉയർന്നേ മതിയാകൂ. തെറ്റുകൾക്ക് മുന്നിൽ പ്രതികരിച്ചേ മതിയാകൂ. ഇനിയും പേടിച്ച് വായ മൂടി നിൽക്കാൻ മനുവിനെ കൊണ്ട് സാധിക്കില്ലെന്ന് അവൻ നിശ്ചയിച്ചു. താലി കെട്ടി എന്നല്ലേ ഉള്ളൂ, അതങ്ങ് പൊട്ടിച്ചു കളഞ്ഞാൽ പോരെ? വിഷ്ണുവിൻ്റെ വാക്കുകൾ ഒരേ സമയം മായയ്ക്ക് സന്തോഷം നൽകുകയും അതോടൊപ്പം ഇനിയുള്ള ജീവിതം എങ്ങനെയെങ്കിലും വിഷ്ണുദത്തൻ്റെ കൂടെ ജീവിച്ചു തീർക്കണമെന്നും അവൾ കരുതി. ആദ്യം വിഷ്ണുവിനെ അവൾ സംശയിച്ചെങ്കിലും പിന്നീട് വീണ്ടും തനിക്ക് വേണ്ടി അച്ഛനോടും അമ്മയോടും വിഷ്ണു പ്രതികരിച്ചപ്പോൾ തന്നോടുള്ള പഴയ ഇഷ്ടം ഇപ്പോഴും വിഷ്ണുവിന് ഉണ്ട് എന്ന് അവൾക്ക് ഉറപ്പായി. അതിൻ്റെ അഹങ്കാരം അവൾ കാണിക്കാനും തുടങ്ങി. അതിൻ്റെ ഒന്നാം പടിയാണ് ജാനിയെ ഇവിടെ നിന്ന് തുരത്തുക എന്നുള്ളത്. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല. ഏട്ടത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയവൻ ഇവിടെ നിൽപ്പുണ്ട്. മായയുടെ വാക്കുകൾ ഇഷ്ടപ്പെടാതെ മനു പൊട്ടിത്തെറിച്ചു. ഒപ്പം വിഷ്ണുവിൻ്റെ നേർക്ക് അവൻ്റെ നോട്ടം ചെന്നെത്തുകയും ചെയ്തു. ഏട്ടൻ്റെ ഭാഗത്തു നിന്നും ഏട്ടത്തിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നറിയാൻ മനു വിഷ്ണുവിനെ തറപ്പിച്ചു നോക്കി. ആദ്യമായാണ് അവന് തൻ്റെ ഏട്ടനോട് നീരസം തോന്നുന്നത്. മുമ്പൊക്കെ ഏട്ടത്തിയെ വേദനിപ്പിക്കുമ്പോൾ ഏട്ടൻ്റെ പക്ഷത്ത് ന്യായമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് ഒരിക്കലും സഹിക്കാനോ പൊറുക്കാനോ കഴിയാത്ത കാര്യമാണ്. അതും എല്ലാ തരത്തിലും ഏറ്റവും നീചമായ സ്ത്രീക്ക് വേണ്ടി വാദിക്കുമ്പോൾ വിഷ്ണുവിനോടുള്ള അമർഷം മനുവിന് കൂടി വരികയാണ്. എൻ്റെ ഇഷ്ടം നോക്കിയൊന്നുമല്ലല്ലോ നിങ്ങൾ അവളെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തന്നത്. അപ്പോൾ അവളെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യവും എനിക്കില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. തെല്ലും കൂസലില്ലായ്മയോടെ വിഷ്ണു പറഞ്ഞതും ദേവൻ കലിയിളകി അവൻ്റെ മുഖത്തിട്ട് ഒന്ന് പൊട്ടിച്ചതും ഒരുമിച്ചായിരുന്നു. എനിക്കറിയായിരുന്നടാ നായേ, ഇങ്ങനെ തന്നെ നീ പറയുമെന്ന്. ഇവളെപ്പോലൊരു വൃത്തികെട്ടവൾക്ക് വേണ്ടി നീ ആ പാവം പെങ്കൊച്ചിനെ തള്ളിക്കളയുന്നോ? എങ്ങനെ മനസ്സ് വന്നടാ നിനക്ക്? നീ എൻ്റെ മകൻ തന്നെയാണോ? ദേഷ്യം കൊണ്ട് ദേവൻ വിറയ്ക്കുകയാണ്. തൻ്റെ മകൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി അയാൾ നനച്ചതേയില്ല. വീണ്ടും വീണ്ടും തകർക്കുന്ന രീതിയിലാണ് വിഷ്ണുവിൻ്റെ പ്രതികരണം. അതാ അച്ഛനെ വല്ലാണ്ട് തളർത്തിയിരുന്നു. അച്ഛാ! ദേവന് പെട്ടെന്ന് BP കൂടിയതും അയാൾ നിലത്തേക്ക് ഊർന്നു വീഴാൻ പോയതും മനു പോയി പിടിക്കാൻ നോക്കി. ഒപ്പം വിഷ്ണുവും അഭിയും ഓടി വന്നു. തൊട്ടുപോകരുത് നീ എന്നെ. എനിക്കൊരു കുഴപ്പവുമില്ല. മകൻ്റെ ഭാഗത്തു നിന്ന് നല്ല വാർത്ത കേൾക്കുമ്പോൾ ഏതൊരച്ഛനും തോന്നാവുന്ന സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ നിനക്ക് അവളെ വേണമെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങണം. നീ ജാനിയെ എന്ന് സ്വീകരിക്കുന്നു അന്ന് മാത്രം ഇവിടെ വന്നാൽ മതി. അതുവരെ ആ പെൺകുട്ടി ഇവിടെ ഉണ്ടാകും. ഞങ്ങൾ നോക്കും ആ മോളെ. നിന്നെപ്പോലെ ഒരുത്തന് അവളെ കെട്ടിച്ചു തന്നതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. ഇറങ്ങണം രണ്ടും ഇവിടെ നിന്ന് ഇപ്പോൾ. നിറഞ്ഞ വേദനയോടെ ദേവൻ പല്ലുറുമിക്കൊണ്ട് പറയുകയാണ്. ആ അച്ഛന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ഈ കൺമുന്നിൽ നടക്കുന്നതൊക്കെ. വിഷ്ണുവിനോടുള്ള അനിഷ്ടം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി വരികയാണ്. ഇതേ സമയം അടുക്കള വാതിലിനരികിൽ നിന്ന് എല്ലാം കേട്ടുകൊണ്ട് വിതുമ്പി കരയുകയാണ് ജാനി. ഇപ്പോൾ തൻ്റെ പേരിലാണ് അച്ഛനും മകനും തമ്മിൽ വഴക്ക് കൂടുന്നതെന്ന് അവൾക്കറിയാം. താൻ കാരണം അദ്ദേഹം ഇവിടെ നിന്ന് പോകേണ്ടി വരും. അല്ലെങ്കിലും അദ്ദേഹത്തിന് എന്നെ സ്വീകരിക്കാൻ താല്പര്യമില്ലെന്ന് മുന്നേ പറഞ്ഞതാണ്. എന്നിട്ട് വീണ്ടും അധികപ്പറ്റായി കയറിക്കൂടിയത് ഞാനാണ്. ഞാൻ കാരണം ഇവിടെ നിന്നും ആരും ഇറങ്ങിപ്പോകരുത്. അവൾ നിറഞ്ഞ മിഴികൾ തുടച്ച് പതിയെ അടുക്കളയിൽ നിന്ന് ഹാളിലേക്ക് നടന്നു വന്നു. അപ്പോഴും അച്ഛനും മകനും തമ്മിലുള്ള വാക്കേറ്റം നടക്കുകയാണ്. ജാനി ആകെ കരഞ്ഞു തളർന്നിട്ടുണ്ട്. എന്നാലും ഇവിടെ തൻ്റെ ശബ്ദം ഉയർന്നാലേ മതിയാകൂ എന്ന് അവൾക്കറിയാം. ഇറങ്ങടാ രണ്ടും ഇവിടുന്ന്, ദേവൻ വീണ്ടും ആർത്തു പറഞ്ഞു. അച്ഛാ! പതിയെ ജാനി നടന്നു ദേവൻ്റെ അടുത്തേക്കിരുന്നു. അവൾ മറ്റാരെയും നോക്കുന്നില്ല. ദേവൻ്റെ ദയനീയാവസ്ഥ കണ്ട് അവൾക്ക് നെഞ്ചു പൊട്ടുകയാണ്. ആ അച്ഛൻ്റെ കണ്ണുനീരിനൊപ്പം അവളുടെ കണ്ണുനീരും തോരാതെ ഉയർന്നു. അവൾ ദേവൻ്റെ ഒപ്പം ഇരുന്നതും രേവതിയും അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് അവരുടെ അടുത്തിരുന്നു. ആ അമ്മ മനസ്സും ഉരുകുകയാണ്.